മജിസ്ട്രേറ്റ് മറിയക്കുട്ടിയമ്മ സ്പീക്കിംഗ് എന്ന് പറയുന്ന ഈ പരിപാടി, അപ്പം ഈ പരിപാടി തുടങ്ങിയ ശേഷം ധാരാളം ആളുകൾക്ക് അറിയേണ്ട കാര്യം, മറിയക്കുട്ടിയമ്മ എങ്ങനെ മജിസ്ട്രേറ്റ് മറിയക്കുട്ടിയമ്മയായി? അത് മജിസ്ട്രേറ്റ് മറിയക്കുട്ടിയമ്മ എന്ന് പറയൂ മറിയക്കുട്ടിയമ്മ, എങ്ങനെയാണ് മറിയക്കുട്ടിയമ്മ മജിസ്ട്രേറ്റ് മറിയക്കുട്ടിയമ്മയായത്? ആദ്യം വലിയൊരു പ്രശ്നം പറയാം. ഇവിടെ മാങ്കടവില ഞാനും കുമാരൻ എന്ന് പറയും, താളമാക്കിയ കുമാരൻ, ഞങ്ങൾ ഒരു വീട്ടിലെ പണിയാണ് കീപ്പൻശ്ശേരി. അങ്ങനെ പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് 6 ഏക്കർ സ്ഥലമുണ്ട്. അപ്പം 3 കണ്ടമെന്ന് പറയും, കയറി എടുക്കുകയാണ്. ഒരു 10-12 പണിക്കാരെ കൊണ്ട് കയറ്റുക. നിങ്ങൾ കൂലിപ്പണിക്ക് പോകണതുകൊണ്ട് പറമ്പിൽ നിന്ന് പണിയാൻ പറ്റിയല്ല. കാരണം പറമ്പുണ്ട്, പണിയാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, കഞ്ഞിക്കുണ്ടാക്കണ്ടേ, അതിന് പണിയാൻ പോയതുകൊണ്ട് ഇങ്ങനെ കാട് വെട്ടി കിടക്കണോണ്ട് ഇവർ 8-10 ആളെയും കയറ്റി. അവർക്ക് BJP-ക്കാർ പണിതാണ്, അല്ല BJP ഇല്ല കേട്ടോ, കമ്മ്യൂണിസ്റ്റുകാർ അവർക്ക് കൂട്ട്, കോൺഗ്രസ്സുകാരും. അത് സോമരാജും ഓയപ്പരീതാണ്, രണ്ടുപേരും കൂട്ടുനിന്നാലും. പോലീസിനെ കണ്ട് കാശം കൊടുത്തേച്ച് ഇവരങ്ങ് കയറി കഴിഞ്ഞിട്ട് ഇവർക്ക് നേരിട്ട് ചെല്ലാൻ പറ്റിയല്ല, പേടിയാണ്. ഒരു ആമക്കൾ പണിയാൻ പോയി. രാത്രി ചെന്നപ്പോൾ എല്ലാം വാഴയും കൂടി എല്ലാം നട്ടിട്ട് വെക്കുക. അവർ രാത്രി വെട്ടിക്കളഞ്ഞു. അവരുടെ പറമ്പല്ലേ, അത് ഒരു മകം കയറി വെട്ടിക്കളഞ്ഞു. പിറ്റേ ദിവസം രാവിലെ പോലീസ് SIയും ചെന്ന് അവരെ കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ട് പൂരം ഇടിച്ച് പഞ്ചറാക്കിയിട്ടേക്കുക. അപ്പം മലമണ്ട തങ്കപ്പൻ എന്ന് പറഞ്ഞ ഒരാൾ കോൺഗ്രസിൻ്റെ വലിയൊരു നേതാവാണ്. അപ്പം ഇതിനെ കാണാൻ വെള്ളച്ചൂല കാണാൻ പോവുക. അപ്പം ഞാൻ ചെന്നപ്പോൾ ഇവനെ കൂട്ടുക, അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നാന്ന് ചോദിച്ചു. എനിക്ക് എൻ്റെ അപ്പനും എൻ്റെ അനിയനും സ്റ്റേഷനിൽ കിടക്കുക ഇട്ടുകൊണ്ടും മടത്തും. എന്നിട്ട് അവരെ ഇറക്കി വിടണം, മലമണ്ട തങ്കപ്പനെ കാണാം. നീ ഇങ്ങോട്ട് വാടാ, നിനക്ക് ഞാൻ ഇറക്കി തരാം, നീ ഇങ്ങോട്ട് വാടാ. വിട്ടില്ല. അങ്ങോട്ടേ പൂണൂരിൽ ജോണിയെ കണ്ടു. സാറേ ഇപ്പം ഇറക്കി തന്നെ, കേസിൻ്റെ നാട്ടിൽ കേസുകാരോട് കാശ് മേടിക്കണോളാം. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു 7 മണി കേട്ട ഇറക്കി തരാമെന്ന്. അവിടെ ഇരുന്ന് 7 മണിയായപ്പോൾ വല്ല സ്റ്റേഷനിൽ ചെന്ന് വക്കീൽ ചെയ്യാൻ പറ്റി ഇറക്കൊണ്ട് വന്നു. ഇറക്കി ഒരു 10-11 മണിയായി. അപ്പോൾ ഞാൻ പെട്ടിക്കടക്കാരൻ്റെ അടുത്ത് തീ കാഞ്ഞു, റോട്ടിലിരുന്നു. വരാൻ നോക്കി, തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വന്നപ്പോൾ പറഞ്ഞു, ഈ ഇരിക്കണ ആളെ അച്ഛനെ നിന്നെ ഇറക്കിയെന്ന്. അപ്പോൾ എൻ്റെ കാല് പിടിക്കാൻ വേണ്ടാന്ന്, പിടിക്കരുന്നു. എന്നിട്ട് ആ കേസ് അവിടെ നിന്ന് ഇറക്കിയപ്പോൾ മുഖക്കാർ തല്ലി തവിട് പൊടിക്കുക. സത്യത്തിൽ അവരുടെ സ്ഥലമാണ്, മുഖമെല്ലാം തവിടി. എടാ പൈസ ഇല്ല ഞങ്ങൾക്ക്, പൈസ പണക്കാർ അവർക്ക്, ഞങ്ങൾ പാവങ്ങൾ കൂലിപ്പണിക്കാർ, നിങ്ങൾക്ക് നിൽക്കാം, നീ പോരടാ, ഒന്നും പേടിക്കണ്ട. ഞാൻ അവനെയും കൊണ്ട് പോയി ദേവിളത്ത് പോയി രാജമ്പക്കലിനെ കണ്ടു. രാജമ്പക്കയിൽ സത്യമുള്ള കേസാണ് പിടിക്കണം. കേസ് പിടിച്ചു. പട്ടാളമണി ഞാനും സാക്ഷി നിന്ന് അവിടെ ചെന്ന് കേസും കൊടുത്ത് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൃഷി ചെയ്തിട്ടുള്ള ആ സ്ഥലത്ത് വിത്ത് കളഞ്ഞു. പണ്ടൊക്കെ വിത്ത് കളഞ്ഞു. ആ വിത്ത് കളച്ച് ആ പകുതി ഈ തവളമാക്കിക്കാർക്കൊക്കെ കൊടുക്കണം, എൻ്റെ ഉടമസ്ഥനാണ്, അവർക്ക് കൊടുത്തു. അതുപോലെ ഈ വട്ടക്കുഴി എന്നോട് ചോദിച്ചു, പിന്നെ നിങ്ങൾ എന്നാ ചെയ്തത്? എള്ളുമുടി. ആ എള്ളിൻ്റെ പങ്ക് എത്ര പറയും? 10 പറയട്ടെ. 5 പറ തവളമാക്കിന് കൊടുക്കും, 5 പറ ഞങ്ങൾ കൊണ്ടുപോയി. അതെന്നാ 3 കണ്ടത്തിന് കൊടുക്കാത്തതെന്ന് പറഞ്ഞു. അതേ എല്ലാവർക്കും വക്കീലാക്കാൻ പറ്റുമോ? ഞാൻ വക്കീലാണ്, സാറിന് അവിടെ ഇരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെയാണ്. അപ്പം ഞാൻ കോടതിക്ക് വരുമ്പോഴൊരു എനിക്ക് എന്തെങ്കിലും ഒന്ന് പറയണം. അപ്പം ഞാൻ കോടതിയോട് ക്ഷമിക്കണം, എനിക്ക് എട്ടും പൊട്ടും തിരിയില്ല, വിദ്യാഭ്യാസമില്ല അന്ന് പറഞ്ഞേറ്റ് ഞാൻ കായി. അപ്പം എനിക്കിത് വാരിക്കോരി പറയണം, അതിന് വേണ്ടി അങ്ങനെ പറഞ്ഞു. അന്ന് എത്ര വയസ്സുണ്ട്? എനിക്ക് ഒരു 10-30 വയസ്സുള്ളൂ, 35 വയസ്സുള്ളൂ. അപ്പം ഞാൻ കയറി. അപ്പം എന്നോട് വട്ടക്കുഴി ചോദിച്ചു. അത് കഴിഞ്ഞ് ചോദിച്ചു അവിടെ എന്നൊക്കെ കൃഷിയുണ്ട്. ഞാൻ പറഞ്ഞു അരിപ്പ് മഴയുണ്ട്, ചുണ്ടലക്കാൻ മഴയുണ്ട്, പാലക്കാടുണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്, തെങ്ങുണ്ട്, അങ്ങനെ. പിന്നെ എന്നാണ് പലവ പള്ളയുണ്ട്. ഒരു കാട്ടിൽ എന്തെല്ലാം പള്ളയുണ്ടെന്ന് നമുക്ക് നോക്കാൻ പറ്റുമോ? അപ്പം സാറ് വന്നേച്ചു പറഞ്ഞു, പലവ പള്ളയുണ്ടെന്ന് പറഞ്ഞു. അത് താൻ ചെന്ന് നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടെ വിസ്തരിച്ചതന്നെ. അന്നേരം ചോദിച്ചു അവിടെ എന്നൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. അന്ന് പറഞ്ഞ പോലെ എന്നാ പറഞ്ഞു വേലിയുണ്ട്, മൺവേലിയ. അവിടെ ഈ കൊങ്ങണി കുത്തിയിട്ടുണ്ട് വേലിക്ക്. പിന്നെ എന്നും വെള്ളമുണ്ടോ? ദിവസം വെള്ളമുണ്ടോ? അത് ഏത് സമയത്താന്ന് ചോദിച്ചില്ല. വക്കീൽമാർക്ക് അബദ്ധം പറ്റുന്നുണ്ട്. എന്നും വെള്ളമുണ്ട്, മഴക്കാലത്തൊന്നും ഇല്ലേ, വേനൽക്കുണ്ടോ? അപ്പം എന്നും വെള്ളമുണ്ട്. അതുപോലെ പോയി 6 ഏക്കർ സ്ഥലം പട്ടാളമണി അങ്ങനെ തന്നെയാണ്. 6 ഏക്കർ അവർക്ക് കിട്ടി. ഞാൻ കടിഞ്ചാൽ അവർക്ക് ഒന്നും മേടിച്ചു തരാൻ കാശില്ല, കൂലിപ്പണിയാണ്. ചോറൊന്നും കടിഞ്ചായിട്ട് അവർക്കാണ്. അതുപോലെ ഒത്തിരി പേർക്ക് കിട്ടുണ്ടായി, ഒത്തിരി പേർക്ക്. അങ്ങനെ അടിപിടിയൊക്കെ കൂടി പാകൾ തല്ലും മേടിക്കണമായിട്ട് പുറകെ പോകും. ഒന്നും എനിക്ക് വേണ്ട, ഞാൻ ആഹാരം തന്നാൽ കഴിക്കും. അതായത് ആദ്യമായിട്ട് കോടതിയിൽ കയറി മൊഴി കൊടുത്തത് അടിമാലി മജിസ്ട്രേറ്റ് കോടതിയായിരുന്നു. അടിമാലിലല്ല, അന്ന് ദേവളത്ത്. അത് കഴിഞ്ഞ് പിന്നെ അടിമാലി പോയിട്ടുണ്ട്, കട്ടപ്പന പോയിട്ടുണ്ട്, ഓരോരോ പോയിട്ടുണ്ട്. ഓരോരുത്തർക്കും വീട്ടിൽ പോകണം. അതിൽ ഏറ്റവും പ്രമാദമായ കേസ് എന്താണ്? പലർക്കും സഹായം ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ പോണത്. അവര് തെറ്റ് ചെയ്തത് ഞാൻ വിളിച്ചു പറയും.
അതായിട്ട് അപ്പുറമൊന്നുമില്ല. ഈ ഇങ്ങനെ മജിസ്ട്രേറ്റ് കോടതി ചോദിക്കും. അപ്പൊ ഈ വക്കീല് പറയണല്ല അതല്ല ഞാൻ ആദ്യം കൈ കൂപ്പണത്. എനിക്ക് കോടതിയോട് സങ്കടമുണ്ട്, എട്ടും പെട്ടും തിരിയും, ആ കോടതി സഹിക്കണം, എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാന്ന് പറയും. അത് ചോദിച്ചത് എന്നെയാണ്. അപ്പൊ ഞാൻ എട്ടും പെട്ടും പറഞ്ഞ കോടതി ക്ഷമിക്കണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ലേ. മുൻകൂർ ജാമ്യം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജാമ്യത്തിലാ പറയുള്ളൂ. അതുകൊണ്ട് വക്കീലിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ എത്ര വക്കീൽമാരെ മുമ്പിക്കാൻ നടക്കിയല്ല. ഞാൻ അവർ പറയണ കാരണമല്ല കാരണം, ഇവർക്ക് സംഭവിച്ച കാര്യം പറയാനാ കാരണം. പിന്നെ അവർ പറയണ അവർക്കല്ലേ അറിയുള്ളൂ. അതിപ്പോൾ അവരുടെ വാദി പ്രതി എന്ന് പറയണല്ലേ അവർ പറയണേ. നീ എന്നെ കണ്ണി കണ്ട കാര്യമല്ല പറയുന്നത്. അത് അപ്പം അങ്ങനെ പറയുന്നതിന് അവർ തർക്കിക്കുന്നോട് ഞാൻ നിൽക്കില്ല. ഇപ്പം എതിരാളികൾ നമുക്ക് അതിന്റെ പേരിൽ എന്തെങ്കിലും ഉപദ്രവിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു. ഒത്തിരി വൈരാഗ്യക്കാരുണ്ടായിരുന്നു. 3 ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അവർ വലിയ പണക്കാരാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കുറേ കാലം ഞാൻ പോവുകയല്ല. സാറ്റ് പറഞ്ഞത് അവരെന്നെ ആദ്യം കാണാൻ കൂട്ടിൽ ദൈവത്തെ അവരറിയല. ഞാൻ ഇവരെ വീട്ടിൽ പുലിയാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് അവർക്ക് മനസ്സിലായി. അവരെന്നെ ആദ്യം കാണുന്നതാണ്. അതങ്ങനെ ഈ കോടതിയിൽ ഈ വക്കീലന്മാർ പറയണ്ട ശരിയാന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കാര്യമാണ് പറയാൻ പറഞ്ഞേ. ശരിയാണോന്ന് അവർ പറയണത് ശരിയാന്ന് പറയണത് എങ്ങനെയാണ്? നമ്മുടെ കാര്യം പറയണ അല്ല മറ്റവരെ കണ്ട കാര്യം പറയണേ അവർ ജയിക്കാൻ വേണ്ടി പറയണം. അത് ശരിയാന്ന് സമ്മതിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉണ്ടോ? അതിൻ്റെ അല്ല. ഇപ്പം നമ്മളെ കൊണ്ടുപോകണം. ഇപ്പം സാറിന് തന്നെ ആ ഒരു കാര്യത്തിന് പോരും. അത് ശരിയല്ല എന്ന് ചോദിച്ചാൽ ആ ശരി പറയാനില്ല പോണേ. നമ്മൾ സാറിൻ്റെ കാര്യത്തിലാണ് പോണേ. ആ കാര്യമാണ് പറയേണ്ടത് അല്ലേ? അത് കൃത്യമായിട്ട് പറയാ എന്നുള്ളതാണ്. അതിൽ ഒത്തിരി നുണ വളർത്തിയിട്ടായിരുന്നു മാത്രം ചെത്തിച്ചേർപ്പിച്ചുണ്ടാക്കരുത്. ചെത്തിച്ചേർപ്പിക്കുന്നോടത്താണ് അടിപ്പോകുന്നത്. ഏതെങ്കിലും കേസിൽ നമുക്ക് നമ്മൾ കൊടുത്ത മൊഴി പ്രകാരം എതിരായി വന്നിട്ടുണ്ടോ? എതിരായിട്ടൊന്നും വരെ കിട്ടിയിട്ടില്ല. എല്ലാം അനുകൂലമാണ്. കോടതിയിൽ അനുകൂലമായ വിധി ഇതുവരെ എനിക്ക് ഒരു മജിസ്ട്രേറ്റ് ഇപ്പം നാളെ കൊടുത്തില്ലേ കോഴി ആ തട്ടിക്കൊണ്ട് പോട്ടെ. മജിസ്ട്രേറ്റ് ചോദിച്ചപ്പോൾ ഉള്ളതെല്ലാം പറഞ്ഞു. ഇനി വല്ലതും പറയണ്ടേ? ഇനി എനിക്കൊന്നും ഞാൻ തട്ടിക്കൊണ്ട് പോയി പെൻഷൻ കിട്ടണില്ല. ആ കാര്യം പറഞ്ഞപ്പോൾ വരും പറയേണ്ട കാര്യമില്ല. ഇനി വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഇനി എനിക്ക് പെൻഷൻ കിട്ടണം. അതല്ലേ പറയാനുള്ളൂ. മറ്റത് ഇനിയിപ്പോൾ അതിൻ്റെ വരുവാണെങ്കിൽ ഇവർ കോടികൾ പറഞ്ഞു. ആ കോടിയല്ലേ എനിക്ക് പറയാനുള്ളൂ. എത്ര കേസുകളിൽ മൊഴി കൊടുത്തു? ഓർക്കുന്നില്ല. ഒത്തിരി പോയിട്ടുണ്ട്. ഒരു 10-100 ഉണ്ട്. അത്ര ഒന്നുമില്ല. ഒരു 50 അതിൽ കൂടുതലൊക്കെ ഉണ്ട്. ആണല്ലേ? അതിനൊക്കെ കൊള്ളും. ഇതൊക്കെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. പാവപ്പെട്ടവർക്ക് കൊള്ളും, മുതലാളിക്കാർക്ക്. എന്നാന്ന് വെച്ചാൽ കൂലിപ്പണിക്ക് പോകണവരെ അല്ലെങ്കിൽ കൂലി കൊടുക്കാൻ പിടിച്ചിട്ട് തല്ലുക അതൊക്കെ മര്യാദപ്പെട്ടാണോ? അറിയോ? പണിയിപ്പിച്ചോ? അവരുടെ കൂലിയും കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടുന്നതിന് അവർ തല്ലിയ കൊള്ളാവോ? അതൊക്കെ. പിന്നെ ഒരാളെ പിടിച്ചു കെട്ടിയിട്ട് എൻ്റെ ആങ്ങളേനെ വിളിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു. എൻ്റെ തറവാട് അക്കരെയാണ്. എൻ്റെ ആങ്ങളേനെ എന്താ ഈ പിടിച്ചു കെട്ടിയവരെ കൊന്നേച്ച് കുശത്തെ ടാക്കിൽ കിട്ടണം. എൻ്റെ ആങ്ങളേനെ പിടിച്ചു കെട്ടണം. അപ്പം എൻ്റെ ആങ്ങള അവിടെ റബ്ബർ വെട്ടാൻ. അപ്പം എൻ്റെ ആങ്ങളേനെ വിളിച്ചുകൊണ്ട് വന്ന് നല്ല വിശ്വാസമുള്ള കഴിവുള്ളവനെ വിട്ടേക്കണം. വർക്കിച്ചേട്ടൻ ഇവിടെ ഉണ്ടോ? എന്നാന്ന് ചോദിച്ചു. മാതാള് വേറെ തമ്പിച്ചേട്ടൻ എല്ലാം പറഞ്ഞു. ഞാനവിടെ ഉണ്ടായിരുന്നു. എല്ലാം പോയേനെ. വെളിവില്ലാത്തവനാ പോയേനെ. എന്തിനാന്ന് ചോദിച്ചു. അതെന്തോ അർജൻറ്റ് കാര്യമാണ്. അപ്പോൾ വയറ്റുവേദനയായിട്ടാണ് കിടന്നോളൂ. ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് നേരം വിളിക്കുമ്പോൾ എന്നാലും ഇപ്പം സാധിക്കുമല്ലോ. വീട്ടില്ലേ പുള്ളൻ്റെ മാനിയെ കെട്ടിയിട്ടായിരുന്നേ. കൃത്യമായിട്ട് ഞാൻ പിറ്റേ ദിവസം അറിയുക. അപ്പം എൻ്റെ ആങ്ങളെ എന്നാലോ ഒന്ന് കക്കൂസിൻ്റെ ടാഗിലോട്ട് വരും. പൈസക്കാരാ. ഇവിടെയൊക്കെ നടക്കുന്ന സംഭവം അപ്പം ഞാൻ അറിയുന്ന ആളാണ്. പിന്നെ ഒത്തിരി തെളിവില്ലാത്ത കേട്ടിട്ട് അത് ഞാൻ തെളിക്കാൻ പോകില്ല.